ശിഹാബ് തീജ്വാല. ഏത് വിഷയം കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ആളാണ് ആര്? അഹ്മദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് വിഷയങ്ങൾ കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ഒരാൾ താത്വികൻ എന്ന അടിസ്ഥാനത്തിൽ വന്ന പേരാണ് എന്ത്? ശിഹാബ്. ആ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവണേന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വല്യപ്പയുടെ പേര് ശിഹാബ് എന്നല്ല. 946 വഫാത്തായതാണ് ശിഹാബി ഖബീലയുടെ പിതാവ്. അദ്ദേഹത്തിൻ്റെ പേര് ശിഹാബ് എന്നല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് പേര് അഹ്മദ് എന്നാണ്. ശിഹാബ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, അഹ്മദ് എന്നാണ്. പിന്നെ എന്തേ അദ്ദേഹത്തിന് ശിഹാബ് എന്ന പേര് വരാനുള്ള കാരണം? അദ്ദേഹം വലിയ താർക്കികനായിരുന്നു. ഭയങ്കര ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ ഒറ്റ വാക്ക് മറുപടി അപ്പാട് തീർക്കാൻ കഴിയും. ഈ തീർക്കം ഇന്നലെയുള്ള ശിഹാബിൽ വരെയും ഇന്നുള്ള ശിഹാബിൽ നമ്മൾ കാണുന്നുണ്ട്. കുരുത്താണ്. തൽക്കാലം ഒരു വോട്ടിന് ജയിച്ചിട്ട് നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് തൽക്കാലം താർക്കികനായിട്ട് മധ്യസ്ഥം വന്നതല്ല. ഇതിൻ്റെ അസ്ല് നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്ന ശിഹാബുദ്ദീൻ. ദീനിൽ ചെങ്കോൽ തീജ്വാല, കാര്യത്തിനങ്ങട്ട് വെട്ടിമുറിച്ച് കട്ടൻട്രി പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു അഹ്മദ് റളിയല്ലാഹു അൻഹു. ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ. ശ്രദ്ധിക്കണേ, അതാണ് ഇപ്പൊ ഇന്നലെ വരെയുള്ള ശിഹാബിലും ഇന്നുള്ള ശിഹാബിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു താർക്കികൻ വിഷയങ്ങളെ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, പരമ്പരാഗതമായി ഉണ്ടായി. ഒരു വല്യപ്പ 946 വഫാത്തായ അഹ്മദ് ശിഹാബുദ്ദീനാണ് ശിഹാബി ഖബീലയുടെ പിതാവ്. അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള ആളായിരുന്നു. ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ. ഒരു തികഞ്ഞ നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീന്റെ ശ്രമം മൂലമാണ് ഏറെക്കാലത്തോളം ശത്രുതയിലും പിണക്കത്തിലുമായിരുന്ന യമനിലെ കതീർ യമാനി കുടുംബങ്ങളിൽ ഐക്യവും പ്രശ്നങ്ങളിലെ ഒത്തുതീർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അക്കാലത്തെ തീരാത്ത പ്രശ്നങ്ങൾ വരെ തീർത്തത് അഹ്മദ് ശിഹാബുദ്ദീനാണ്. ഈ ഒരു കഴിവ് ശിഹാബി ഖബീലകളിൽ മുഴുവനും നിലനിൽക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ പാണക്കാട്ട് കൊണ്ട് ആവശ്യം? ഒരു കാര്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഒരു പാണക്കാട്ടുന്ന ഒരാൾ വേണോ എന്ന് ചോദിക്കാൻ അവർക്കാണില്ല അധികാരം. അള്ളാഹു കൊടുത്തടാ, അള്ളാഹു ആണ് ഫദ്ല് കൊടുക്കും ചില ആളുകൾക്ക്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് എപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനും സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ പരിപാടിക്ക് പോകും. വളരെ ദൂരേക്ക് പരിപാടി. ഞാനും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കുവൈത്തിലേക്ക് പരിപാടിക്ക് പോയി. കുവൈത്തിലേക്ക് പോവുക. അദ്ദേഹത്തിന് പ്രസംഗം 1-ാം ദിവസം പ്രസംഗം, എനിക്ക് 2 ദിവസം പ്രസംഗം. അദ്ദേഹത്തിന് പ്രസംഗം 5 മിനിറ്റ്, എനിക്ക് 1-ാം ദിവസം 4 മണിക്കൂർ, 2-ാം ദിവസം 4 മണിക്കൂർ. ബഹുമാനം മുഴുവനും അവർക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പഠിച്ച തമ്പുരാൻ, ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഞാൻ ചിന്തിച്ച വിഷയമാണ്. ബഹുമാനം മുഴുവനും അവരങ്ങോട്ട് കൊണ്ടുപോകും. അവരെണീക്കണോടുകൂടെ നേതാക്കന്മാർ മുഴുവൻ പോവുകയും ചെയ്യും. എനിക്ക് പിന്നെ എന്നോട് പറയും ചെയ്യും, എന്നോട് അവർ പറയും 4 മണിക്കൂറിൽ കുറയരുത് എന്ന്. എനിക്ക് തലേന്ന് 4 മണിക്കൂർ, പിറ്റേന്ന് 4 മണിക്കൂർ, എല്ലാത്തിനും പിന്നാം സ്ഥാനം, പണി മുഴുവനും എനിക്ക്. ഇവർക്ക് പ്രസംഗം 5 മിനിറ്റ്. ഇനി ഞാൻ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് അള്ളാഹു കൊടുത്ത പോകില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ കർണാടകയിലൊക്കെ ആ തങ്ങളോടുകൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ മുനവ്വർ ശിഹാബ് തങ്ങളും ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളും. അവർക്കൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് പ്രഭാഷണം. ഞാൻ തങ്ങളെ ഞാൻ കാത്തു നിൽക്കുന്നവരെ ചോദിക്കൽ അദബുകേടാണെന്ന് തോന്നും. കാരണം അവർ 2 മിനിറ്റ് കഴിഞ്ഞ് അവർ പോയി. അവർ പാണക്കെടുത്തിട്ട് എൻ്റെ പ്രസംഗം തീർന്നിട്ടുണ്ടാവില്ല. എന്നാൽ ബഹുമാനം മുഴുവൻ അവർ കൊണ്ടുപോയി ചെയ്യും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട്? അത് അങ്ങനെയാണ് അതിൻ്റെ അസല്. ഓരോരുത്തർ, എൻ്റെ വാപ്പ ഈ സ്റ്റേജിലുണ്ട്. വാപ്പയുടെ പേര് ഹംസ എന്നാണ്. വാപ്പയുടെ വാപ്പൻ്റെ പേര് അഹമ്മദുട്ടി എന്നാണ്. അഹമ്മദുട്ടി എന്ന അവളുടെ വാപ്പൻ്റെ പേര് രായിൻ എന്നാണ്. രായിൻ എന്ന അവളുടെ വാപ്പൻ്റെ പേര് എനിക്കോട് പറഞ്ഞു തന്നിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇനി അത് ചോദിക്കുന്നതിൽ വലിയ ഹൈറൊന്നും ഉണ്ടാവില്ല എന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവിടെ വ്യത്യാസം. അതുകൊണ്ട് ഇത് ഇതെന്ന ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലാണ്. ഇവിടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇവിടെ പിടികൂടിയൊരു ഹക്കിലാണ്. അതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അവർക്ക് നടക്കാവുന്നതാണ്. അവിടെ നീ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ഖിയാമത്ത് നാൾ വരെ കഴിയുന്ന വിചാരിക്കുന്ന വഴി നടക്കുന്ന കാര്യമല്ല. ഈ ഉമ്മത്തിനെ, ഈ ഒരു കുടുംബത്തിനെ കൊണ്ടുപോകാൻ ആരും വിചാരിക്കേണ്ട, നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ
നമ്മളെ നാവിന് കരുത്ത് തന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുട്ടികൾക്ക് കൂടെ നിന്ന ആളുകളെ പേര് വിളിക്കുമ്പോൾ നമ്മളെ പേരും അള്ളാഹിൻ്റെ കോടതിയിൽ വിളിക്കട്ടെ. ബഹുമാനപ്പെട്ട അഹമ്മദ് ശിഹാബുദ്ദീനെ പറ്റി വലിയ അതാണ് ശിഹാബി ഖബീല. അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ശിഹാബുദ്ദീൻ ഇവരുടെ ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇവരുടെ സക്രാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സക്രാൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹുവിന്റെ മകനാണ് പതിമൂന്നാമത്തെ പേരമകൻ സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഞാൻ നീട്ടുന്നില്ല. അവരും വലിയ മഹാനായിരുന്നു. ഉമർ ശിഹാബുദ്ദീൻ, അതായത് അഹമ്മദ് ശിഹാബുദ്ദീൻ വലിയ താർക്കികനും വലിയ നയതന്ത്രജ്ഞനുമായിരുന്നു, വലിയ ഐക്യത്തിന്റെ ആളായിരുന്നു. ആ ഐക്യം അമേരിക്കയിൽ പോയിട്ടും പ്രസംഗിച്ചത് ഈ ഐക്യാണ്. പേരമകൻ ബഹുമാന സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ആസ്ട്രേലിയയിൽ ഇസ്ലാമിക സമ്മേളനത്തിന് പോയി. ആ ഭാഗം ഞാൻ പറയുന്നുണ്ട്. ആസ്ട്രേലിയയിൽ ഇസ്ലാമിക സമ്മേളനത്തിന് പോയിട്ട് പറഞ്ഞതും ഐക്യത്തിന്റെ വിഷയം. എന്തുകൊണ്ട് വല്യാപ്പ പറഞ്ഞതും ഐക്യ, മകൻ പറഞ്ഞതും ഐക്യ. അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമാണ്. അതിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചിട്ട് കാര്യമല്ല. ഐക്യം അവരുടെ രീതിയാണ്. ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കലും അവരുടെ കടമയാണ്. അതുകൊണ്ട് അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതല്ല. അതും സാന്ദർഭികമായി നമ്മൾ ഓരോരുത്തരും സാന്ദർഭികമായി ചിന്തിക്കണം എന്നും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. റമദാൻ ആയതുകൊണ്ട് ഐക്യത്തിനാണ് പ്രധാനം. കുത്തിത്തിരിപ്പ് ഒഴിവാക്കേണ്ട കാലമാണ്. ഐക്യമാണ് പ്രധാനം. അവരെവിടെ വെക്കുന്നോ അതുകൊണ്ടാണ് കേരളത്തിൽ ഏത് മസ്ലഹത്തോ ഏത് ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഐക്യം സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വഴി ആകണമെന്ന് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മഹാപണ്ഡിതനായിരുന്ന മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറഞ്ഞത് വന്യരായ ഉസ്താദ് ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏത് മസ്ലഹത്ത് ഉണ്ടായിക്കോട്ടെ ഐക്യം, പക്ഷെ ഐക്യം മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വഴിയാവണം എന്ന് ശംസുൽ ഉലമ എഴുതി വെച്ചു. എന്തുകൊണ്ട്? അവർ ഐക്യത്തിന്റെ വക്താക്കളാണ്. അവരുടെ ഐക്യമാണ് ഐക്യം. അവരെ ഐക്യത്തിലൂടെയാണ് ഐക്യം. അവരാണ് ഐക്യത്തിന്റെ പിതാക്കന്മാർ. അവരിൽ നിന്ന് ആരും അകന്നു പോകാൻ പാടില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത മതമാണ്. 946 വഫാത്തായ അവരുടെ വല്യപ്പയായ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു വലിയ ഐക്യത്തിന്റെ വക്താവായിരുന്നു. അവരുടെ മകൻ ഉമർ ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് ഉമറുൽ മഹ്ബൂബ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവരുടെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ശിഹാബുദ്ദീൻ, അവരുടെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബുദ്ദീൻ എന്ന് നീട്ടുന്നില്ല. അവരുടെ മകൻ സയ്യിദ് അലി ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ, അവരുടെ മകനാണ് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയിൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 6ാമത്തെ വല്യപ്പ. ഇതുവരെയുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞത്, നീട്ടുന്നില്ല. പൂക്കോയത്തങ്ങൾ ശിഹാബ് തങ്ങൾ വലിയ ചർച്ച പറയാനുണ്ട്. ബാങ്ക് കൊടുത്താലും പെട്ടെന്ന് പോകരുത്. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സമയം കൂടെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് പറഞ്ഞത് മുറിഞ്ഞു പോകണ്ട. അതൊരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് അള്ളാഹു നാഫിയ ഇൽമിനെ തരട്ടെ. 6ാമത്തെ വല്ലിപ്പ ആദ്യമായി കേരളത്തിൽ വന്നത് ഇവരുടെ 6ാമത്തെ വല്ലിപ്പയാണ്. മഹാനായ മുഹമ്മദ് ശിഹാബ് തങ്ങളുടെയും അനുജന്മാരുടെയും 6ാമത്തെ വല്ലിപ്പ സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വളപട്ടണത്ത് ഞാൻ കഴിഞ്ഞതിന് മേലെ വർഷം സിയാറത്തിന് പോയിരുന്നു. അള്ളാഹു ഇനിയും പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അതൊന്ന് സൗകര്യപ്പെട്ടാലൊന്ന് പോയി അവിടെ സിയാറത്ത് ചെയ്യുക.